ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ. ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വേറെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും എൻ്റെ ചെറുക്കുട്ടൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ ചെറുക്കുട്ടനുള്ള പഴം കുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, നെയ്യിൽ വറുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോളും മോനും ഒക്കെ പുറത്ത് പോയിരിക്കുക. അപ്പോൾ എൻ്റെ ചേച്ചി ഉണ്ടല്ലോ, വീടിൻ്റെ അടുത്ത് ചേച്ചിയുണ്ട്, സീത ചേച്ചി എനിക്ക് മുട്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇല അറിയാലോ, എരിക്കില. അപ്പം ഈ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കേട്ടോ. ചേച്ചി ഇടയ്ക്ക് പറിക്കുമ്പോൾ ഒക്കെ എനിക്ക് കൊണ്ടുവരാറുണ്ട്, മുട്ടിൽ വെച്ച് കെട്ടാനൊക്കെ. അങ്ങനെ നിറയെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചേച്ചിയായിട്ട് പാവയ്ക്കൊക്കെ അത് നമുക്ക് കൊണ്ടുവരും. പിന്നെ ഇപ്പം അതാ വന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ. കാന്താരി, നല്ല പഴുത്തതും പച്ചയും കാന്താരി മുളക് ഒക്കെ കൊണ്ടുവന്നു. എൻ്റെ കുഞ്ഞിന് ചെറുക്കുട്ട നല്ല ഉറക്കമാണ്. മോൻ എണീക്കുമ്പോൾ എനിക്ക് വന്നതേ ഉള്ളൂ, വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എടുത്തിട്ട് വരാമേ കേട്ടോ. ചെയ്കൂട്ടോ, ഇതാണ്ട അമ്മമ്മ, ഇതാണ്ട് നമ്മുടെ ചെയ്കൂട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഹായ്, ടാറ്റ പറഞ്ഞേ, എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞേ. അപ്പൊ നമ്മൾ ഇനി പഴക്കുറുക്ക് കഴിക്കാൻ പോവാണ്. നല്ല സുഖമായിട്ട് എൻ്റെ കുഞ്ഞു ഉറങ്ങിയിട്ടാ, ചൂടൊക്കെ കയറ്റിയിട്ട് ഉറങ്ങി. അപ്പം വൈകിട്ടായപ്പോൾ ഞാൻ എൻ്റെ ചെരിക്കുട്ടിനെ പഴത്തിൻ്റെ കുറുക്ക് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഒരിക്കലും ക്ഷീണം പോലെ എന്നാലും കാര്യങ്ങളൊക്കെ പോലെ നടക്കുന്നുണ്ട് ജോലികളൊക്കെ. റെസ്റ്റ് എടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെന്താ എന്തെൻ്റെ വിശേഷം? അപ്പം ഇന്ന് വേറെ പ്രത്യേകിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞു വീഡിയോ എനിക്ക് സംസാരിക്കുന്ന വീഡിയോ തന്നെ ആയിക്കോട്ടെ. ചീക്കൂട്ടനാണെങ്കിലേ ഭയങ്കര വാശിയാണേ. എപ്പോഴും നിൽക്കാൻ വരുന്നില്ല, നടക്കാൻ വരുന്നില്ല എന്നൊക്കെ വാശിയാണ്. തൊട്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങനെ നമ്മൾ പഴമൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണേ. ഇഷ്ടമില്ല പഴമൊക്കെ ഞാൻ നിർബന്ധിച്ച് കൊടുക്കും. എൻ്റെ രണ്ട് മക്കൾക്ക് പണ്ടേ നിർബന്ധിച്ച് ഫുഡൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. എത്ര വാശി പിടിച്ചാലും ഞാൻ നിർത്തിയില്ല. അതേ കണക്കാണ് എൻ്റെ ചെറുപ്പത്തിന് വാശിയൊന്നും പിടിച്ചാലും എല്ലാ കഴിച്ചും വെറുതെ എന്തൊക്കെ കാണിച്ചിട്ട് എങ്ങനെയൊക്കെയെങ്കിലും ഒപ്പിച്ച് വയറിൽ ഞാൻ കടത്തി വിടും. അതുപോലെയാണ് എൻ്റെ മാവിയാണെങ്കിൽ എന്താ പറയുക, കാൽക്കുലേറ്റർ ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും. ഫുഡ് കഴിച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൊടുക്കത്തില്ല. കളിപ്പാട്ടം അത് എന്തൊക്കെ സാധനങ്ങൾ കളിക്കാൻ നല്ല സാധനങ്ങളൊക്കെ എടുത്ത് കൈ കൊടുത്തിട്ട് ആ നിമിഷം എനിക്ക് ഫുഡ് വരെ പോയാൽ മതി. അങ്ങനെയൊക്കെ ഞാൻ ഒപ്പിച്ചെടുക്കുന്നത്. ഇപ്പോഴും എൻ്റെ ചെറുപ്പം അങ്ങനെ തോന്നുന്നു എനിക്കത്തില്ല. അല്ലാതെ അല്ല ഹായ് പറഞ്ഞേ എന്നിട്ട് നമ്മൾ ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണേ. ഹായ് പറഞ്ഞേ. ഇപ്പം പിടിച്ച് നിൽക്കണം, നടക്കണം, ഓടണം എന്നൊക്കെ ഉള്ളൂ. അമ്മമ്മക്ക് ഇഷ്ടമൊക്കെ തന്നെ. അപ്പത്തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പത്തന്നെ ഭയങ്കര കളി ചിരിയൊക്കെയാണ്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിരിക്കും. എന്നുവെച്ചാൽ കളി അപ്പം നല്ല കളിപ്പിക്കും. അതുകൊണ്ട് രാത്രി ഭയങ്കര ചിരിയൊക്കെയാണ് കേട്ടോ. പിന്നെ എന്താ കാര്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എനിക്ക് ഇതൊക്കെ കൊണ്ടുവന്ന ഏരിയയിലും കാണുമ്പോൾ നാളെയാണെങ്കിൽ ചേച്ചിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എന്തെന്ന് വെച്ചാൽ അത് ഇപ്പോഴും കുറച്ച് പറയാതെ, ചേച്ചി ഈ വഴിയിലൊക്കെ കാണുന്നില്ലേ നായ്ക്കൾ, അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കും കേട്ടോ. കുറേ ഉണ്ട്. ഞാൻ കൂടെ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും നല്ല പ്രവൃത്തി ചെയ്യുന്ന ആ ചേച്ചിക്ക് എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയ വഴി ആ ചേച്ചി അറിയിക്കുന്നതാണ്. എന്താ വെച്ചാൽ നമ്മൾ പോലും ഇത്രയും മെനക്കെട്ട് സത്യം പറഞ്ഞ് ചെയ്യത്തില്ല. എന്താണെന്ന് പറഞ്ഞാലേ, ഞാനൊരു സ്ഥലത്ത് പോകണം, അയ്യോ വിശക്കുന്നതാണ് നടക്കില്ല, നമ്മൾ ഒരു പെട്രോൾ ആവുമല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ച് ചെറുത് എന്തിനാകുമ്പോൾ അതൊരു പോകുമ്പോൾ പെട്രോൾ ആവുമെന്നൊക്കെ വിചാരിക്കും. ഈ ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചി ജോലിക്കൊക്കെ പോവാണ്. ജോലിക്കൊക്കെ പോയിട്ട് വന്നതിന് ശേഷം
ചേച്ചി ചോറ് ഒക്കെ 10-20 നായ്ക്കളുണ്ട് കേട്ടോ. 20 അപ്പം അവർക്കൊക്കെ ഈ വഴി നീളെ കണ്ട കാഴ്ചയാണ് കേട്ടോ. വഴി നീളെ കൊണ്ട് ഫുഡ് കൊടുത്ത് പോകും. ഇലയിലൊക്കെ നല്ല നീറ്റായിട്ട് ഇലയൊക്കെ കൊണ്ടുപോയി അവർക്കിങ്ങനെ വണ്ടിയിൽ കൊണ്ട് നിർത്തി അവിടെ ചേച്ചിയുടെ കീ കേൾക്കുമ്പോൾ ഓടി വരും. അങ്ങനെ നമ്മുടെ ചെരിക്കുട്ടൻ്റെ അമ്മാമ്മ ചെരിക്കുട്ടനും കൂടെ ഇത്രയും നേരം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നാളെ നമ്മുടെ സീത ചേച്ചിയുടെ വീഡിയോ ആണ് കേട്ടോ വരുന്നത്. ഡോഗിനൊക്കെ റോഡിൽ ഫുഡൊക്കെ കൊടുക്കുക, അങ്ങനെ ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അപ്പം നാളെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നാളെ കാണാം കേട്ടോ.